സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. തിരഞ്ഞെടുപ്പിന് 9 നാൾ ബാക്കി നിൽക്കെ വടകരയിൽ പ്രചാരണത്തിനപ്പുറത്തേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. സ്ഥാനാർത്ഥിയോ നേതാവോ ആരുമായിക്കൊള്ളട്ടെ, സ്ത്രീയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസത്തിന്റെ രൂപവും ഭാഷയും വേറെയാണ്. കെ ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളുടെ രീതിയും അതുതന്നെയാണ്. അതിന് അപലപിച്ചെത്തിയ UDF വനിതാ MLA-മാർക്കും അനുഭവം വ്യത്യസ്തമല്ല. പക്ഷേ അത് വടകരയിലെ UDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് എന്ന കെ ശൈലജ പറയുമ്പോൾ ആരോപണത്തിന്റെ ഗൗരവം ഏറുകയാണ്. പാനൂരിലെ ബോംബാക്രമണം, സൈബർ യുദ്ധം, വടകരയിൽ വേവുന്നതെന്താണ്? ചർച്ചയിൽ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് PM ആതിരയാണ്, കോൺഗ്രസിൽ നിന്നും ജിൻഡോ ജോൺ, സാമൂഹ്യ നിരീക്ഷകനായ ദാമോദർ പ്രസാദും ചർച്ചയിൽ ചേരുന്നു. രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം. ആദ്യം ജിൻഡോ ജോണിലേക്കാണ്. ജിൻഡോ, വളരെ ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസിനുമെതിരെ കെ ശൈലജ വടകരയിലെ LDF സ്ഥാനാർത്ഥി തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അവിടെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയും ആ നേതൃത്വത്തിലുമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ എടുത്തു തന്നെ ഇന്ന് ദേശാഭിമാനി പ്രധാനപ്പെട്ട വാർത്തയായി അത് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് കെ ശൈലജ പറയുന്നു സ്ഥാനാർത്ഥിയുടെ അറിവോട് തന്നെയാണ് ഈ പ്രചാരണങ്ങൾ നടക്കുന്നതെന്ന്. എന്താണ് നിങ്ങൾക്കിതിൽ മറുപടി നൽകാനുള്ളത്? ശ്രീമതി സ്മൃതി, അതിൽ ഞങ്ങൾക്കുള്ള ആദ്യത്തെ മറുപടി, കെ ശൈലജ എന്ന് പറഞ്ഞ LDF-ൻ്റെ കാൻഡിഡേറ്റിന് അക്കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അവരുടെ പരാതിയിൽ അത് രേഖപ്പെടുത്തി അടിയന്തരമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെയോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിലാണെന്ന് നടത്തിയതെന്നുള്ള അവരുടെ ആരോപണം അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയിക്കേണ്ടതാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ്റെ ബൈറ്റ് നിങ്ങളിപ്പോൾ തന്നെ കേൾപ്പിച്ചു. നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നിരവധിയായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന്. ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പണി എന്താണ് ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. രണ്ടാമത്തത്, ഞങ്ങളാരും കഴിഞ്ഞ കാലങ്ങളിലോ ഇപ്പോഴോ തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലാതെയോ ഇത്തരം സ്ഥാനാർത്ഥികൾക്കെതിരെയോ അല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയോ ഇത്തരം വ്യക്തിഹത്യ നടത്തുന്ന ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചുവിടുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ല. ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഒന്ന്, ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നതെന്ന് പറയുമ്പോൾ എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയണം. യാതൊരു ഫാക്ട്സും ഇല്ലാതെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ട് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയത് അവരാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ നിമിഷം വരെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇത്രയും ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ നിയമപരമായിട്ടുള്ള വഴികൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ, ഞങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ, ഷാഫി പറമ്പിലിന് അവിടെ വലിയ രീതിയിലുള്ള വിജയസാധ്യത വരുന്നു. ആളുകൾ മുഴുവൻ വലിയ തരംഗമായിട്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ, ഞങ്ങളുടെ സാധ്യതകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയുടെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അങ്ങനെ ഒരിക്കലും സാമാന്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സ്ഥാനാർത്ഥിയോ അത് ചെയ്യില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദേശാഭിമാനി എഴുതിയതിനെ കുറിച്ച് പറഞ്ഞാൽ, ദേശാഭിമാനി ഈ രാജ്യത്ത് ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. മറിയക്കുട്ടിയുടെ വിഷയത്തിൽ മാത്രമേ മാപ്പ് പറഞ്ഞിട്ടുള്ളൂ. മറ്റു പല വിഷയങ്ങളിലും ദേശാഭിമാനിയുടെ ആധികാരിക രേഖകളൊക്കെ കേരളത്തിലെ പൊതുസമൂഹം വായിച്ച് ചർച്ച ചെയ്ത് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഗീബൽസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് നുണ എഴുതുന്ന പരിപാടി നടത്തുന്നത് ദേശാഭിമാനിയാണ്. അതിൻ്റെ മുതലാളി ആരാണ്? MV ഗോവിന്ദനാണ്. അപ്പൊ ഇവരുടെ ഒന്നും അത്തരം സ്റ്റേറ്റ്മെന്റുകളുടെ പുറകെ പിടിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെയും യൂത്ത് കോൺഗ്രസിലെ ആരും ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ പങ്കാളികളല്ല എന്നുറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നേതാക്കൾക്ക് പങ്കില്ല എന്നുള്ള കാര്യം താങ്കൾ വിശദീകരിക്കുന്നു. അത് നിങ്ങൾക്ക് സ്ഥാപിക്കാനും സാധിക്കും. പക്ഷേ നിങ്ങളുടെ പ്രവർത്തകർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും? സ്മൃതി, എനിക്ക് ഒരു 1.5 മിനിറ്റ് തന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ്. ഈ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കുരുക്ഷേത്ര, അതിന്റെ വടകര മണ്ഡലത്തിലെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയുടെ 44-ാം മിനിറ്റിൽ റിനീഷ് ബാബു എന്ന് പറഞ്ഞ DYFയുടെ പ്രവർത്തകൻ, അദ്ദേഹം പ്രാദേശികമായിട്ടുള്ള നേതൃനിരയിലുള്ള ആളുകൾക്കാണ്, 90-ലെ ഷക്കീല പടം പോലെയാണ്, മലയാള സിനിമയെ രക്ഷിക്കാൻ വന്ന ഷക്കീല പടം പോലെയാണ് TP ചന്ദ്രശേഖരൻ വധം UDF-ന് എന്ന് പറഞ്ഞു. ഈ നിമിഷം വരെ ഏതെങ്കിലും അത് വൃത്തികേടാണ് പറഞ്ഞു തുടങ്ങുന്നത് എന്ന് കണ്ടപ്പോൾ അത് ഇടയ്ക്ക് നിർത്തിച്ചു.
അതാണ് ഞാൻ അരുൺകുമാറിനെ 100%, അതിനപ്പുറത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഒരു മാധ്യമ പ്രവർത്തകന്റെ കൃത്യമായ ജാഗ്രതയോടുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അതേസമയം ഒറ്റ മിനിറ്റ് ഈ കുരുക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്. അതേ പരിപാടിയിൽ മറ്റൊരു ഘട്ടത്തിൽ KK ശൈലജയുടെ അഭിമുഖം ഡോക്ടർ അരുൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ അഭിമുഖത്തിലെ വാചകങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണോ എന്ന ചോദ്യം എഡിറ്റ് ചെയ്തുകൊണ്ട് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഒരു ലീഗ് പ്രവർത്തകനാണ് എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോ? അല്ല സ്മൃതി, അതിൽ ലീഗ് പ്രവർത്തകരാണ് അത് ചെയ്തതെന്നല്ല തെളിഞ്ഞിരിക്കുന്നത്. അത് തെളിഞ്ഞിട്ടുമില്ല. അദ്ദേഹം അത് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ. അദ്ദേഹം അല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം മറ്റൊരാൾക്ക് കൊടുത്തു. ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതി. ഇദ്ദേഹം മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയാണ് അസ്ലം. അല്ല, അതൊന്നും ഞാൻ എതിർക്കുന്നില്ലല്ലോ. അതൊക്കെ സംഭവിച്ച കാര്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. അദ്ദേഹം അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടും ഉള്ള രീതിയിലുള്ള ഉത്തരവാദിത്തം മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ആളാണ്. അതിലൊന്നും തർക്കമൊന്നുമില്ല. അതൊന്നും തെറ്റായ നടപടി തന്നെയാണ്. അതൊന്നും ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നും എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല. സ്മൃതി, ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ മാത്രമല്ല, ഈ ചർച്ച കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്കെതിരെ വരെ എത്രത്തോളം ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ, പേരും മേൽവിലാസവും അല്ലെങ്കിൽ മുഖവും ഇല്ലാത്ത ആളുകൾ ഇതേ ചാനലിന്റെ തന്നെ ഓൺലൈനിൽ വരുന്ന ചാറ്റുകളിൽ കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഇതൊക്കെ അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും നമുക്കൊന്നും പരാതിയില്ല. പരാതി കൊടുക്കുന്ന ആളുകളുടെയെങ്കിലും പരാതി അന്വേഷിച്ച് നടപടി എടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. മാർച്ച് 25 KK ശൈലജ എന്ന് പറഞ്ഞ LDF സ്ഥാനാർത്ഥി ഒരു പരാതി കൊടുത്തിട്ട് അവരുടെ സൽപ്പേര് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത പിണറായി വിജയന്റെ പോലീസ് നരേന്ദ്രമോദിക്കെതിരെ ഇലക്ട്രൽ ബോണ്ടിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ നരേന്ദ്രമോദിയുടെ സൽപ്പേര് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ള പേരിൽ കേസെടുക്കുന്ന പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് KK ശൈലജയുടെ ഈ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല? ഞങ്ങൾ പറയുന്നത് നടപടി സ്വീകരിക്കണം. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളായാലും നടപടി സ്വീകരിക്കണം. ശരി, അഡ്വക്കേറ്റ് PM ആതിര, അപ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയും അവർ പറഞ്ഞിട്ടുമാണ് ഇത്തരം സൈബർ ലിഞ്ചിങ് നടക്കുന്നത് എന്ന് KK ശൈലജ പറഞ്ഞത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സൈബർ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ സീമകളും കടന്ന് അവരുടെ പ്രായത്തെ മാനിക്കാതെ പ്രായത്തെ അവഹേളിച്ചുകൊണ്ടുകൂടിയാണ് പല പോസ്റ്റുകളും ഉള്ളത്. അത് മോർഫ് ചെയ്ത ചില വീഡിയോകളുണ്ട് എന്നും പറയുന്നു. അത് നമ്മളാരും കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്നും കരുതാൻ പറ്റില്ല. അത് അങ്ങനെ പടർന്നിട്ടാവില്ല, പലയിടത്തും എത്തിയിട്ടുണ്ടാകണം. അപ്പോൾ അതിന്മേലൊരു അന്വേഷണം യഥാർത്ഥത്തിൽ പോലീസ് നടത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥിയെയും അവിടുത്തെ നേതാക്കളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് KK ശൈലജ? ഇന്ന് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് കാണാത്ത വിധത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഈ രീതിയിലേക്കുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് എന്തായാലും മാധ്യമങ്ങളും മറ്റുള്ളവരും അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു വലിയ ആക്രമണം നടക്കുന്നുണ്ട്. വായിക്കാൻ പോലും പറ്റാത്ത കമൻറ്റുകൾ വരുന്നു. പുറത്തേക്ക് പോലും നമുക്കൊന്നൊരു ചർച്ചയിൽ പോലും ഉദ്ധരിക്കാൻ വേണ്ടി പറ്റാത്ത വിധത്തിലുള്ള കമൻറ്റുകൾ അതിനടിയിൽ വരുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, ടീച്ചർ തന്നെ പറഞ്ഞത് അത് തന്നെയാണ്, ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര ഉണ്ടാവും, ഈ രീതിയിലേക്ക് വഷളാവും എന്ന് കരുതിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീകളെ അവരുടെ ശരീരത്തിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ, ലൈംഗികമായി അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവരെ തളർത്താം എന്നുള്ളൊരു പ്രൊപ്പഗാൻഡ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്തൊക്കെ ഇന്നത്തെ കാലത്തും ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. പിന്നെ ഇത് ചെയ്തത് സംബന്ധിച്ചിട്ട് പോലീസ് അന്വേഷണം സംബന്ധിച്ചിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു പരാമർശം വന്നിട്ടുള്ളത്. ഓർക്കുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. കഴിഞ്ഞ 2023 സെപ്റ്റംബറിലാണ് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നവരുടെ ഭാര്യമാരെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിൽ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള വളരെ വൾഗറായിട്ടുള്ള കമൻസും പോസ്റ്റിങ്സും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ,
അന്ന് പറഞ്ഞതും എന്തേ പോലീസ് എന്താ ഇടപെടാത്തത്, പോലീസ് എന്താ അറസ്റ്റ് ചെയ്യാത്തത്, അങ്ങനെയാണ് വരട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ സാധാരണഗതിയിൽ പോലീസിനൊരു ക്രൈം അന്വേഷിക്കുന്നതിലും സൂക്ഷ്മത, സൈബർ ക്രൈം അന്വേഷിക്കുന്ന സമയത്ത് അത് കൃത്യമായി അതിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുന്നതിലും എല്ലാം സമഗ്രമായൊരു അന്വേഷണം വേണ്ടുന്ന ഒരു ക്രൈം തന്നെയാണ് സൈബർ ക്രൈം. അതിൽ ഈ പരാതിയുടെ മീതെയും കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിശ്ചയമായും പ്രതികളായവർ പെടുക തന്നെ ചെയ്യും. അവരെ ഒന്നും അവിടെയാണ് സംശയം. 20 ദിവസമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലേക്ക് ഇതിന് ഈ പരാതിക്കും അതിന്റെ വിമർശനങ്ങൾ സൈബർ വിങ്ങുമായി ബന്ധപ്പെട്ട് സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ എളുപ്പത്തിൽ ഒരു നോർമൽ ക്രൈമിനകത്ത് അറസ്റ്റ് ചെയ്യും വിധം, ഒരു സൈബർ കുറ്റകൃത്യത്തിനകത്ത് അറസ്റ്റ് ചെയ്യാൻ കഴിയും വിധമുള്ള പഴുതുകളടച്ചിട്ടുള്ള അറസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം പോലീസ് അന്വേഷണത്തിന് വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രിക്കെതിരായ മോശം പരാമർശം നടത്തിയ ആൾക്കെതിരെ വളരെ പെട്ടെന്ന് നടപടിയെടുക്കുകയും അയാളെ പിടികൂടുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ പറയുന്നത്, പ്രതിപക്ഷം പറയുന്ന അവിടെ നിൽക്കട്ടെ, കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി സമയത്തുള്ള പ്രശ്നമാണല്ലോ. ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി തന്നെ ദുരാരോപണം ഉന്നയിച്ചും വ്യാപകമായ നിലയിൽ സൈബർ ദുരുപയോഗം നടത്തിയിരിക്കുകയാണ്. നവമാധ്യമങ്ങളിൽ പരാതിക്കാരിയെ തേജോവധം ചെയ്തുകൊണ്ട് പ്രചണ്ഡ പ്രചാരമാണ് UDF സ്ഥാനാർത്ഥിയും അവരുടെ പ്രവർത്തകരും നടത്തുന്നത്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് പരാതി നേരിട്ടും പാർലമെന്ററി കമ്മിറ്റി സെക്രട്ടറി വത്സൻ പനോളിയും പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ആയതിന്മേൽ ശക്തവും സത്വരമായ നടപടി ഉണ്ടായിട്ടില്ല. ആരാണ് പറയുന്നത്? കെ ശൈലജ. ആർക്കെതിരെയാണ് പറയുന്നത്? പോലീസിനെതിരെയാണ്. ഉണ്ടാകും എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്. സ്മൃതി ഒന്ന് ആദ്യം എന്നെ പറയാൻ സമ്മതിക്കുക. സ്മൃതി, അതിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ എളുപ്പത്തിൽ ഇതിൽ പെട്ടിട്ടുള്ള ആരും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഒരു ഡയറക്റ്റ് ഐഡിയിൽ നിന്ന് വരുന്ന ഒരു കമൻറ്റും അല്ലെങ്കിൽ പോസ്റ്റിങ്ങും പോലെ എളുപ്പമല്ല വ്യാജ ഐഡികളിൽ നിന്ന് വരുന്നതിനെ കണ്ടുപിടിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതേ ചോദ്യവും ഇതേ ചർച്ചയൊക്കെ തന്നെ നമ്മൾ മുമ്പ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടത്തിയിട്ടുണ്ട്. കോട്ടയം കുഞ്ഞച്ചനെ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിലും മാത്രമല്ലല്ലോ, അന്ന് അച്ചൂമനെതിരെ നടന്നിരുന്നല്ലോ. ഇതൊരു പൊതു സ്വഭാവമാണ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ. അതാണ് സമയത്ത് പോലീസ് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് ഒരു പൊതുപ്രവണതയാണ്. നിങ്ങളെ ചോദിച്ചതിനുള്ള ഉത്തരല്ലേ ഞാൻ പൊതുപ്രവണതയാണ് എന്ന മട്ടിൽ എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. പൊതുപ്രവണതയല്ല. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ആരൊക്കെയാണോ സ്ത്രീകൾക്കെതിരായിട്ട് അത്തരത്തിൽ നടപടി പോസ്റ്റിംഗ് നടത്തിയിട്ടുള്ള, അത്തരത്തിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, അവർക്കെതിരായിട്ട് വന്നിട്ടുള്ള എല്ലാ സൈബർ പരാതികൾക്കകത്തും വളരെ കൃത്യമായ അന്വേഷണം നടത്തുകയും നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിനകത്ത് അത് ചെയ്യും, കൃത്യമായി ചെയ്യും എന്നുള്ള നല്ല ഉറപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും വളരെ പെട്ടെന്ന് ഒരു ജസ്റ്റിസ് അങ്ങനെ ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റവും സൈബർ സംവിധാനവും അല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് നൽകിയ പരാതി, കെ ശൈലജ നൽകിയ പരാതിയാണ് ഞാൻ വായിച്ചത്. കെ ശൈലജയ്ക്ക് അതിന്മേൽ ഉറപ്പിൽ ഇതുവരെ നടപടിയെടുത്തില്ല എന്ന് പറയുന്ന പോലീസിനെതിരെ പരാതിപ്പെടുകയാണ്. പറഞ്ഞിട്ടില്ലല്ലോ സ്മൃതി. ആ പരാതി കൊടുത്ത പാടെ ഉടനടി നടപടി എടുക്കാൻ കഴിയണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള വ്യാജ പ്രൊഫൈലിൽ നിന്ന് അല്ലാത്ത പരാതിയായിരിക്കണം. വ്യാജ പ്രൊഫൈലിൽ നിന്ന് വരുന്ന പരാതികളെ ആ പ്രൊഫൈൽ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് സൈബർ പോലീസും സൈബർ വിങ്ങും ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. 20 ദിവസം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ആർക്കും ഇതിനകത്ത് ഒരാൾക്കെതിരായിട്ട് അങ്ങനെ 20 ദിവസമൊക്കെ അതിനകത്ത് എത്രയോ എടുക്കുന്നുണ്ട്. അതിനേക്കാൾ സമയം എടുത്തിട്ടുള്ള എത്രയോ കേസുകൾ, ഞങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുള്ള കേസുകൾ, ഞാൻ ഉൾപ്പെടെ പരാതിക്കാരിയായിട്ടുള്ള കേസുകൾക്കകത്തൊക്കെ അതിനേക്കാൾ സമയം എടുത്തിട്ടുണ്ട്. ശരി, അപ്പോൾ സമയം എടുക്കുമെന്നുള്ളതാണ് സൈബർ കേസുകളിൽ അങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നിന്ന് വരുന്നത്. സമയമെടുക്കും, പക്ഷെ നിർബന്ധം സൈബർ കേസുകളിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സൈബർ വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് അന്വേഷണം നടത്താത്ത ആരൊക്കെയാണോ പരാതി കൊടുത്ത് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ചാൽ ഉത്തരം കിട്ടും. ശരി, അങ്ങനെയെങ്കിൽ പി എ മാതിര അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യത്തിൽ സ്ഥാനാർത്ഥിയാണ് അതിന് പിന്നിൽ എന്ന ആധികാരികമായി എങ്ങനെ പറയും? ആ ആരോപണം എങ്ങനെയാണ് ഉന്നയിക്കുക? അതിന് കൃത്യമായിട്ടുള്ള ഇപ്പൊ ഇതിനകത്ത് തന്നെ അതന്നെ ഷോബിൻ തോമസ് ചവലിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, വടകര മണ്ഡലത്തിന്റെ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള ആൾ ഇട്ടിട്ടുള്ളൊരു കമന്റ് അതിനകത്തുണ്ട്. ആ കമന്റിനകത്ത് ഞാനതിവിടെ വായിക്കണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാനതിവിടെ പറയണമെന്നും ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊക്കെ ഒരു സാമാന്യമായിട്ട് സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുമ്പോൾ ഉള്ളതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്, വടകര മണ്ഡലത്തിന്റെ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള ആളാണെന്നും തോമസ് ചാവാനലി
ഷോബിൻ തോമസ് ചാവാനലി, ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ഷാഫി പറമ്പലുമായി നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇതൊക്കെ പുറത്തു വന്നല്ലോ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ID സ്മൃതി, അത് ന്യായീകരിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധി അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ പറയും ഫോട്ടോനെ ന്യായീകരിക്കാൻ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു തരത്തിലും അതൊരു തെളിവല്ല. ഇന്നയാളോട് ഞാൻ നിർദ്ദേശിച്ച് നടപ്പാക്കുകയാണെന്നുള്ള തെളിവല്ല. അതാണ് ഞാൻ ചോദിച്ചത്. രോഷം കൊണ്ടിട്ട് കാര്യമില്ല. നേതാവാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ഞാനല്ല രോഷം കൊള്ളുന്നത്, നിങ്ങളാണ് ഇതിനകത്ത് യൂത്ത് കോൺഗ്രസിനെയും സൈബർ ബുള്ളിംഗ് നടത്തിയിട്ടുള്ള ആളുകളെയും രക്ഷിക്കും വിധം ഒരു രക്ഷിക്കേണ്ട കാര്യമില്ല. ഈ രൂപത്തിൽ ചർച്ച കൊണ്ടുപോകരുത്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സംരക്ഷിക്കാൻ വേണ്ടി സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കരുത്. ആദ്യം വിചാരിക്കുന്ന രീതിയിലല്ല ഞാൻ ചോദിച്ചത്. അല്ലല്ല, ഇതിനകത്ത് ഫോട്ടോനകത്ത് നിൽക്കുന്ന ആളുകളും വന്നത് കൊണ്ട് പറയാൻ പറ്റില്ല ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ആളാണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ. ഞാൻ ചോദിക്കുകയാണ്, ആ പേരൊന്നും കൂടെ വ്യക്തമായി പറയാനാണ് ഞാൻ ചോദിച്ചത്. PM മാതിരിയോട് KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തുടങ്ങിയതാണ് ഈ ദേഷ്യം. ആ ദേഷ്യം അവിടെ വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ജിൻഡോ മറുപടി പറഞ്ഞോട്ടെ, ഞാൻ ഇടവേളയ്ക്ക് ശേഷം ദയവ് ചെയ്തിട്ട് സ്മൃതി അതിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല. ഒരു സൈബർ ക്രൈം അന്വേഷിക്കാൻ സമയം പിടിക്കും. ആ സമയം പിടിക്കുന്നതിന് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രചരിപ്പിക്കുന്നത് പരാതിയുടെ വാചകമാണ് ഞാൻ വായിച്ചത്. തെരഞ്ഞെടുപ്പിൽ ടീച്ചർ കൊടുത്ത പരാതിയിൽ ആക്ഷൻ ഉണ്ടാകുന്ന ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രവർത്തകരും ടീച്ചറോടൊപ്പം നിൽക്കുകയും ടീച്ചറെ മനസ്സാൽ സ്നേഹിക്കുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും നടപടി ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തയായ വനിതാ നേതാവ് നൽകിയ പരാതിയിൽ പോലും ഇവിടുത്തെ പോലീസ് ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വിമർശനം. അത് പറയുമ്പോൾ ആതിരേന്ദ്രയാണ് രോഷം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജിൻഡോ ജോൺ, ഇപ്പോൾ നിങ്ങളുടെ നേതാവിന്റെ പേര് നേരത്തെ PM ആതിര പറഞ്ഞത് ഷോബിൻ തോമസ് ചാണവയൽ, ടീച്ചറെ തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ആ രൂപത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാവല്ലേ, നിഷേധിക്കാൻ പറ്റുമോ? യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ ആണോ? അല്ല, ദേശീയ കോർഡിനേറ്റർ ആണോ എന്ന് എനിക്ക് വലിയ വ്യക്തതയില്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആണെന്നുള്ളതാണ് നമ്മുടെ അറിവ്. മനസ്സിലാക്കിയോടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് P ജയരാജന്റെ അല്ല, ഈ കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേ കോഴിക്കോടാണെന്നാണ് എന്റെ ധാരണ. എനിക്ക് അതിൽ കൂടുതൽ വ്യക്തമായിട്ട് പി ജയരാജൻ പറഞ്ഞതിലേക്ക് വന്നോളൂ. പക്ഷേ ഇതിലൊരു വിശദീകരണം നൽകണം ജിൻഡോ. നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അല്ല സ്മൃതി, അതെങ്ങനെയാണ് അങ്ങനെ ഇടുക? സ്മൃതി ദയവായിട്ട് ഞാൻ ഈ വിഷയത്തിലൊന്ന് പറയട്ടെ. ഞാൻ ഉണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് സ്മൃതി ഇങ്ങനെ വെടിവെച്ചാൽ എന്നെങ്ങനെ ശരിയാവണം? ഞങ്ങൾ പറയാൻ സമ്മതിക്കൂ. ഞാൻ പറഞ്ഞത് ഈ ഷോബി തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ P ജയരാജന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഫിസിക്സ് ടീച്ചറായിരുന്നു KK ശൈലജ. അവരുടെ ആ ജോലി തൊഴിൽ എന്താണ് തയ്യൽ ടീച്ചറാണെന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പ്രചരണം നടത്തിയതെന്നുള്ളതാണ് P ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ ന്യായീകരിക്കുന്നല്ല, ഉള്ള കാര്യം പച്ചയ്ക്ക് പറയാമല്ലോ. ഇത്രയേ ഉള്ളൂ. ഏതാളായാലും ചെയ്തത് തെറ്റായ നടപടി. അല്ല, ഞാൻ പറയട്ടെ സ്മൃതി, എന്നെ ഒന്ന് പറയാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ഇതിൽ നടപടി എടുക്കാനാണെങ്കിൽ ആദ്യം P ജയരാജനെതിരെ നടപടി എടുക്കണ്ടേ, MM മണിക്കെതിരെ നടപടി എടുക്കണ്ടേ? ഞങ്ങൾ നടപടിയെടുത്ത് മാതൃക കാണിച്ചിട്ട് ഞങ്ങളോടൊന്ന് പറയൂ നടപടി എടുക്കാനായിട്ട്. ഞാൻ ഇനി ഇടപെടാതെ എനിക്ക് 1 മിനിറ്റ് തരണം. 1 മിനിറ്റ്. ഞാൻ ഇത്രയും സമയം ഞാൻ കേട്ടിരുന്നില്ലേ? KK രമ ആസ്ഥാന വിധവ എന്ന് പറഞ്ഞു. CPMന്റെ നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചോ? മുലക്കച്ച വെച്ചിട്ട് KK രമയുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രകടനവും നടത്തി. CPMന്റെ നേതൃത്വത്തിൽ, സംഘടനാപരമായ നേതൃത്വത്തിൽ നടത്തി. വാർത്തകൾ വന്നു. നടപടി സ്വീകരിച്ചോ? ഇനി വർഷങ്ങളായിട്ട് TP ചന്ദ്രശേഖരന്റെ മരണം വിറ്റ് ജീവിക്കുന്ന ആളാണ് എന്ന് KK രമയെ കുറിച്ച് പറഞ്ഞു CPMന്റെ നേതാക്കന്മാർ. നടപടി സ്വീകരിച്ചോ? ഉമാ തോമസിനെ കുറിച്ചിട്ട് ഇതേപോലെ തന്നെ പരാമർശം നടത്തി. നടപടി സ്വീകരിച്ചോ? രമ്യ ഹരിദാസിനെ കുറിച്ച് നടത്തിയ പരാമർശം ആര് നടത്തിയെന്നറിയാലോ? ഇന്ന് പാലക്കാട് മത്സരിക്കുന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ പറഞ്ഞതാണ്. ഈ ദിവസം വരെ തിരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ജില്ലാ സെക്രട്ടറിയെ തിരുത്തിയോ നോക്കിയാൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയെ മെമ്പറെ തിരുത്തിയിട്ടില്ല. ഇനി ഉമ്മൻചാണ്ടിയുടെ മക്കളെ
മക്കളെ കുറിച്ചിട്ട്, മക്കൾ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചിട്ട്, അവരുടെ ചെരുപ്പിനെ കുറിച്ചിട്ട് വരെ പറയുന്നു. ലതിക സുഭാഷിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ICUവിൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയോടൊപ്പം നിന്ന നഴ്സിനെതിരെ, അനിത സിസ്റ്റർക്കെതിരെ ആക്ഷേപം ഉണ്ടായത്, അതിജീവിതക്കെതിരെ നടത്തിയ ആക്ഷേപങ്ങൾ, അതുപോലെ കയ്യൂർ സമരനായകൻ കണ്ണന്റെ കൊച്ചുമകൾ രാധയ്ക്കെതിരെ CPM നേതാക്കന്മാർ പറയുന്ന ഭാഷയൊക്കെ നമുക്കറിയാമല്ലോ. ബിന്ദു കൃഷ്ണയുടെയും അരിത ബാബുവിന്റെയും, എന്തിന് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള, എന്തിന് സ്മൃതി പരുത്തിക്കാടിന്റെ അടക്കം പരാതികൾ കേരളത്തിലുണ്ടല്ലോ. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ വെണ്ണപ്പാളികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് ആരെ കുറിച്ചിട്ടാണെന്ന് CPMന്റെ നേതാക്കന്മാർ പറയണ്ടേ? MM മാണി ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പളെ മുതൽ പെമ്പിള ഒരുമയുടെ സമരക്കാരെ വരെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാമല്ലോ. ആന്തൂരിലെ സാജന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാമല്ലോ. അപ്പൊ അന്നൊന്നും ഒരിക്കലെങ്കിലും ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ടീച്ചർ അന്ന് ഒരു ഒച്ച വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സാഹചര്യം കേരളത്തിൽ ആർക്കും ഉണ്ടാകില്ല. ഇത് ആണെന്നോ പെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന, മാധ്യമ രംഗത്ത് നിൽക്കുന്ന, പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ നടത്തുന്ന ഇത്തരം ആക്ഷേപങ്ങൾ മനോരോഗത്തിന്റെ ലക്ഷണമാണ്. ഇതിന് കൃത്യമായിട്ട് പോലീസ് നടപടികൾ സ്വീകരിച്ച് മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതിന് CPMന്റെ പ്രതിനിധി പറഞ്ഞത് നടപടി ഉണ്ടാകും എന്നാണ്. ഉണ്ടാകും എന്നല്ല, ഉണ്ടാകണം. കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ CPMോ BJPയോ DYFഐയോ വ്യത്യാസമില്ലാതെ നടപടി ഉണ്ടാകണം. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ടീച്ചർക്കെതിരായിട്ടുള്ള, KK ശൈലജയ്ക്കെതിരായിട്ടുള്ള അശ്ലീല പരാമർശമുള്ള വീഡിയോ ഉണ്ടെന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇതേവരെ കണ്ടിട്ടില്ല. നമുക്ക് അറിയാൻ പാടില്ല. ഉണ്ടെന്ന് ഇവർ പറയുന്നു. പറയട്ടെ, അത് കൂടുതൽ പ്രചരിക്കാതിരിക്കട്ടെ എന്നുള്ളതല്ലേ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ സ്മൃതി തിരിച്ചൊരു ചോദ്യം. ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് കൂടുതൽ പ്രചരിക്കേ വേണ്ട. പക്ഷെ അത് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താ? CPMന്റെ നേതാക്കന്മാർ പറയുന്നതാണ് തെളിവ്. ഞങ്ങൾക്ക് CPMന്റെ നേതാക്കന്മാർ വിശ്വാസമില്ല, ദേശാഭിമാനി പത്രത്തെ വിശ്വാസമില്ല, ഇവരുടെ പാർട്ടി ചാനലിനെ വിശ്വാസമില്ല, എന്തിന് പിണറായി വിജയനെ പോലും വിശ്വാസമില്ല. വടകരയിൽ തോൽവി മണത്തപ്പോൾ പിണറായി വിജയൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഹോട്ടലിൽ പങ്കെടുത്ത് നടത്താൻ മീറ്റിംഗിന് ശേഷമാണ് ഈ വാർത്തകളൊക്കെ വരുന്നത്. 25-ാം തീയതി പരാതി കൊടുത്തിട്ട് 3 ആഴ്ചകൾക്ക് ശേഷം നടപടി സ്വീകരിക്കാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രത്യേക യോഗം ചേർന്ന് അതിനുശേഷം പ്രചരണ ആയുധം ഇതാക്കി മാറ്റുമ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇനി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് ആദ്യം ഇവിടെ സൂചിപ്പിച്ചത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തൊക്കെ ആക്ഷേപം ചൊരിഞ്ഞു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള അനിൽകുമാർ എത്രയോ വട്ടം ഉമ്മൻചാണ്ടിയെ, അദ്ദേഹത്തിന്റെ മക്കളെ, കുടുംബാംഗങ്ങളെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. നാളിതുവരെ ഒന്ന് തിരുത്തി പറയാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? VS അച്യുതാനന്ദൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്ന് തന്നെ പറയണം. പക്ഷെ അതിനേക്കാൾ അപ്പുറം കേരളത്തിലെ നിയമ സംവിധാനം നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മാതൃക കാണിക്കണം, ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ഇന്നൊരു KK ശൈലജ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മറ്റൊരാൾക്കും ഇതുപോലെ കരയാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ശ്രമിക്കണം. ഒരു കാര്യം കൂടി പറയട്ടെ, എന്തിനാ മോൻസൺ മാവുങ്കലിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് മനോജ് എബ്രഹാമിന്റെ സൈബർ ഡോമിന്റെ പരിപാടിയൊക്കെ നടത്തിയത്? ഇവിടെ സൈബർ സുരക്ഷ ശക്തമാക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ സൈബർ സുരക്ഷ ശക്തമായ കേരളത്തിൽ 1 മാസം എടുത്തിട്ടും KK ശൈലജയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മുതിർന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. അതിന് നിങ്ങൾ മറ്റാളുകളെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഇതിപ്പോൾ KK ശൈലജ പറഞ്ഞ ഗുരുതരമായ ആരോപണം നമ്മൾ കണ്ടു. അതിനുശേഷം KK രമയും ഉമാ തോമസ് നടത്തിയ വാർത്താ സമ്മേളനവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രതികരണങ്ങൾ രണ്ടു കൂട്ടരും പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു വശത്ത് നടക്കുമ്പോൾ മാത്രം പ്രതികരിക്കുക, അപ്പുറത്ത് നടക്കുന്നതിനെ കണ്ടില്ലെന്ന് നടിക്കുക, തിരിച്ചും സംഭവിക്കുന്നു. ഇതൊരു പൊതുപ്രവണതയായി കേരളത്തിൽ വളർന്നു വരുന്നില്ലേ? സ്ത്രീ, അത് രാഷ്ട്രീയ നേതാവ്, സ്ഥാനാർത്ഥി എന്തുമാകട്ടെ, സ്ത്രീക്കെതിരെയാണെങ്കിൽ അത് വേറെ രൂപത്തിലേക്ക് പോവുകയാണ്. വിമർശനങ്ങളല്ല, അതിലപ്പുറത്തേക്ക് കടക്കുകയാണ്. ഇതിനെ ഒരുമിച്ച് നേരിടുന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശരിയാണ് സ്മൃതി. എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഇത്തരം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സൈബർ മനോരോഗികളുടെ ആക്രമണം, രാഷ്ട്രീയ പിന്തുണയോട് തന്നെ നടക്കുന്ന ആക്രമണം. കാര്യം ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, സൈബർ മേഖലയിൽ സൈബർ മനോരോഗികൾ വല്ലാത്ത രീതിയിൽ പല പേരുകളും അതിന് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. ഇതിൻ്റെ അകത്ത് ഈ എന്താ പറയുക, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് അവരെ ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം സൈബർ മനോരോഗികൾ ആരാണെന്നൊക്കെ അതാത് രാഷ്ട്രീയ സംഘടനകൾക്കറിയാം. ഇത്തരം രാഷ്ട്രീയ സംഘടനയെ രാഷ്ട്രീയമായിട്ട് ഇതിനകത്ത് ഗ്രൂപ്പ് തിങ്ക് എന്ന് വിളിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഐഡൻറ്റിഫൈൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രചോദിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയ മനോരോഗികളെ. ഇത് രാഷ്ട്രീയമായിട്ട് യാതൊരു നേട്ടം ഉണ്ടാക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യാഘാതം സൃഷ്ടിക്കുകയും ചെയ്തിട്ടും ഈ മനോരോഗികൾ, അരാഷ്ട്രീയ ബോധമുള്ള മനോരോഗികൾ ഇതുപോലുള്ള സംഘടനാ സ്ഥലങ്ങൾ എത്തിച്ചേരുകയും അവർക്ക് നടപടിയെടുക്കട്ടെ. ഈ സംഘടനകളിൽ നടപടിയെടുക്കാത്ത പലപ്പോഴും സംഘടന താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ പേര് കാണിക്കുകയും നടപടിയെടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടാക്കിയ രണ്ട് ഭാഗം ലിസ്റ്റ് ചെയ്യും. രാഷ്ട്രീയ കൊലപാതകം പോലെ ഞങ്ങളുടെ 3, ഞങ്ങളുടെ 4 എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥയും രാഷ്ട്രീയ സംഘടനകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്കോ യുവജന സംഘടനകൾക്കോ ഒരു ചുക്കുമില്ല.
അപ്പോൾ ഇതൊരു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേക്കരം മാതൃകാപരമായിട്ട് നിലപാടും സ്വീകരിച്ച് നമ്മുടെ മുമ്പിൽ കണ്ടു. കാര്യം ഇതിനെ വടകര ഇലക്ഷൻ നടക്കാൻ ടൈറ്റ്ലി ക്ലോസ്ലി കോണ്ടസ്റ്റഡ് ആയിട്ട് ഇലക്ഷൻ, ഏറ്റവും രാഷ്ട്രീയമായി പോരാട്ടം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊന്ന് വടകര. ഞാൻ മറ്റു സ്ഥലങ്ങളിൽ രാഷ്ട്രീയ മത്സരം നടക്കില്ല എന്നല്ല, പക്ഷേ ഇവിടെ ക്ലോസ്ലി കോണ്ടസ്റ്റ്. കാര്യം ഒരുപാട് കാരണങ്ങൾ, ചന്ദ്രശേഖരവധം മുതൽ അവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ ബന്ധപ്പെട്ട് വളരെ ക്ലോസ്ലി കോണ്ടസ്റ്റായി നടക്കുന്ന സ്ഥലത്ത് കേക്കരം മാതൃകാപര ഒരു സമീപനം എടുത്തു, വന്നു, ഇതിനെ അപലപിച്ചു, തള്ളിപ്പറഞ്ഞു, അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു. ഇത് പ്രധാന കാര്യം. കെ കെ രമ തന്നെ പലപ്പോഴും ഇരയാണ്, നിരവധി കാലങ്ങളായിട്ട് കെ കെ രമ ഈ വിഷയത്തിൽ ഇരയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപക്ഷെ നാളെ ആതിരയ്ക്ക് ഇതുപോലെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവർക്കെതിരെ ഏറ്റവും മോശം, അത് വനിതാ ആങ്കേഴ്സ് ആവാം, എന്തൊക്കെ രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത്, ഈ ഇത്തരം മനോരോഗികൾക്ക് രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നുണ്ട്. ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, രാഷ്ട്രീയ പാർട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യും. കാര്യം ഇതൊക്കെ ഓരോ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇത്തരം മനോരോഗികൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ യാതൊരു ഗുണമോ ദോഷം മാത്രം, എന്നിട്ടും ഇത്തരം കാര്യങ്ങൾ പ്രചോദിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് രാഷ്ട്രീയ മത്തലത്തിൽ ഒരു സംവിധാനമുണ്ട്. കാരണം ഈ സൈബർ മനോരോഗിക്ക് തോന്നുകയാണ് അപ്പുറത്ത് പ്രധാനപ്പെട്ട നേതാവ് സ്ത്രീകളെ അവമാനിക്കുന്നു, പിന്നെ എനിക്കെന്താ അവമാനിച്ചാൽ കാര്യം, അത് അയാൾക്കൊരു തരത്തിലൊരു ആവേശം നൽകുന്നൊരു നടപടി അപ്പുറത്തുണ്ടാവുകയാണ്. അതിനെതിരെ ഔദ്യോഗികമായിട്ടൊരു സമീപനം രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നില്ല. നമ്മുടെ സുപ്രീം കോടതിയിൽ കേസുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സുപ്രീം കോടതിയിൽ ഈ പൊതുപ്രവർത്തകർ സ്ത്രീകൾക്കെതിരെ ഈ വളരെ മോശം ഭാഷ ഉപയോഗിക്കുന്നതിന് കേസൊന്നും പക്ഷേ പിന്നീട് തീരുമാനമില്ലാതെ അത് ഒരു എന്താ പറയുക, പ്രത്യേക ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ പോയി കാര്യം അതിന് നടപടി വേണ്ടെന്നാണ്. അങ്ങനെ ഒരു സവിശേഷമായ നിയമത്തിലേക്ക് പോയില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാരണം ഇതിന് രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നുണ്ട്. ഇത്തരം ഒരു നടപടി എടുക്കുന്നില്ല. ടി വിയിൽ വന്ന് അവർ അതൊക്കെ പറയും, ഇന്ന ആൾക്ക് നടപടി അപലപിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ പിന്നെ ഒരു വലിയ തോതിൽ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഈ പ്രോത്സാഹനം ലഭിക്കുന്ന സങ്കടകര കാര്യത്തിലുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ മോശമാവുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുക, തീരുവില്ല. ഇതിന് ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്ന പോലെ ഈ സൈബർ മനോരോഗികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ നിന്നുള്ള സൈബർ മനോരോഗികൾ സൈബർ മേഖലയിൽ തന്നെ ചില ആൾക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ഇവരെ പോയി ആക്രമിക്കും. അപ്പോൾ മനോരോഗികൾ പോയി ആക്രമിക്കും. നമ്മൾ സോഷ്യൽ ഡൈലമ, ഹേറ്റ് തുടങ്ങിയ സിനിമകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇത്തരം ആക്രമിക്കും. അതിന് എന്തുകൊണ്ടാണ് ഇവർക്ക് ആക്രമിക്കുന്നതുകൊണ്ട്? കാര്യം മുതിർന്ന നേതാക്കൾ ഇതേ ഭാഷ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്താ തെറ്റെന്ന് തോന്നുകയാണ്. ഇത്തരം മനോരോഗികളെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സിവിൽ സമൂഹവും എടുക്കും. പറഞ്ഞോളൂ, പൂർത്തിയായിക്കോളൂ. അപ്പോൾ ഇത്തരം സിവിൽ സമൂഹം സ്വീകരിക്കാത്തോളം കാലം ഇത് തുടരും. ഇത് വനിതാ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല, ഇത് നമുക്കറിയാം ടെലിവിഷൻ ആങ്കർമാർ സ്മൃതിയും നേരിട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പേര് നേരിട്ടിട്ടുണ്ട്. എത്രയോ വളരെ മോശമായിട്ട്, നികൃഷ്ടമായ രീതിയിൽ, ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത്. ഇത് അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അവർ കാണുന്നെങ്കിൽ എത്രമാത്രം രാഷ്ട്രീയ ബോധം അവർക്കുണ്ട്. ഇവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ വേറെ രാഷ്ട്രീയ പൊതുസമൂഹത്തിൽ വളരെ മാന്യമായി ഇടപെടുന്ന ആൾക്കാരായിട്ടാണ് അഭിനയിക്കുന്നത്. അതാണ് തമാശ. പൊതുസമൂഹത്തിൽ വലിയ മാന്യതയുടെ രൂപമായിട്ട് വരികയും ചെയ്യും. അടിയിൽ കൂടെ സൈബർ വേഷം മാറി. അവിടെ അതിനെ പറഞ്ഞൊരു കാര്യം വീണ്ടും സ്ട്രെസ് ചെയ്യുന്ന കാര്യം, ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമില്ലാത്ത ഈ വ്യാജ ഐ ഡി ഉപയോഗിച്ചാണ് പല ആൾക്കാരും ചെയ്യുന്നത്. ഈ വ്യാജ ഐ ഡിക്ക് മുന്നിൽ ഒരു മാന്യൻ വിളിച്ചിരിക്കുന്നുണ്ട്, ഒരു മാന്യൻ. ആ മാന്യൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയുണ്ടാവും, രാഷ്ട്രീയ സംഘങ്ങൾക്ക് അറിയാം. പക്ഷേ ആ മാന്യനെ അവർ ഐഡൻറ്റിഫൈ ചെയ്യില്ല, കാര്യം അവരുടെ സ്വന്തം ആളാണല്ലോ. പക്ഷേ ഈ മാന്യനാണ് ഈ പണി മുഴുവൻ ചെയ്തത്. പുറത്ത് വേറെ മുഖം ഇട്ടുകൊണ്ട് ഇത്തരം അനോണിമസ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വരിക. അപ്പോൾ കണ്ടുപിടിക്കുക. പക്ഷേ കണ്ടുപിടിക്കാനത്ത് ഒരു നടപടി എടുക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്, അവർ ചെയ്യേണ്ടതാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അന്വേഷണ സമയം വൈകലൊക്കെ ഉണ്ടാവാം. പക്ഷേ എങ്കിലും അത് അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട് അന്വേഷിക്കുന്നതിന് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിൽ സ്പെസിഫിക് ഇഷ്യൂ ആണ് കെ കെ ശൈലജയ്ക്ക് നടന്നത്. അത് രാഷ്ട്രീയമായി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇതുകൊണ്ടൊരു നേട്ടം ഉണ്ടാവുന്നില്ല. ഒരു നേട്ടമുള്ള മാത്രം ദോഷം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ സംഘടനാപരം തള്ളിക്കളയും മാത്രമല്ല, ഷാഫി പറമ്പിലിനകത്ത് ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള ആരോപണമുണ്ട്. അത് അന്വേഷിക്കേണ്ടതാണ്, എനിക്കറിയില്ല. പക്ഷേ ഒരു ഉത്തരവാദിത്തമുണ്ട് ഷാഫിക്ക്, തള്ളിപ്പറയാനും ഈ സംഘടനാ പ്രവർത്തനം നിലപാടെടുക്കാനും ഉത്തരവാദിത്തം. അന്ന് കെ കെ രമ കാണിച്ചൊരു മാതൃക ഷാഫിൻ്റെ അകത്ത് കാണിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം തൻ്റെ കൂടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ അനുസരിച്ച് തള്ളി പറയാനും നേരിട്ട് വന്ന എതിരഭിപ്രായം പറയാനും ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ ഷാഫിക്ക് മാത്രമല്ല, ഏത് രാഷ്ട്രീയ പ്രവർത്തകനും ഈ ബാധ്യതയുണ്ട്. ഷാഫിയുടെ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് ദാമോദർ പ്രസാദ്. ഞാൻ അങ്ങനെ ആ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ആളെക്കുറിച്ചുള്ള പ്രതികരണം വന്നായി ഞാൻ കണ്ടിട്ടുമില്ല. ഏതായാലും ആതിര, ഇപ്പോൾ ദാമോദർ പ്രസാദ് പറഞ്ഞ കാര്യത്തിനോട് എങ്ങനെയാണ് ആതിര പ്രതികരിക്കുന്നത്? പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ കാണിക്കുന്ന ഒരു മാതൃക, അതൊരു പ്രധാന വിഷയമാണ്. ഇതിപ്പോൾ വെണ്ണപ്പാളി പരാമർശം ഏറ്റവും ഒടുവിൽ നടത്തിയത് പി ജയരാജനാണ്. എം എം മണിയുടെ സ്ഥിരം പ്രയോഗങ്ങളെ ഒരു നാടൻ പ്രയോഗമായി കണ്ട് നേതാക്കൾ ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ എത്ര മോശം പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ അടുത്ത ദിവസം വരെയും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ രമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശം, അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ മണിയും പി ജയരാജനും തെറ്റാണ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞുകൂടാ എന്നൊരു വിലക്കൽ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? പറഞ്ഞു ഈ ചർച്ച, ഈ ടീച്ചർക്കെതിരായിട്ടുള്ള ഇത്തരം സൈബർ ബുള്ളിംഗ് ഒക്കെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വളരെ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായതാണ്. പക്ഷെ മാധ്യമങ്ങൾ എടുത്തത് ഇന്ന് ഉമാ തോമസിൻ്റെയും രമയുടെയും
അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതികരണം വന്നതിന് ശേഷം മാത്രമാണ് നമ്മളത് ഒരു ഈക്വൽ ബാലൻസിങ് നടത്തിയിട്ടാണ് ആ ചർച്ചയിലേക്ക് പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇങ്ങനെ ഇത്രയും മോശമായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടി പാടുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചർച്ചയിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് നമ്മൾ പൊതുവിൽ ഇങ്ങനെ നേതാക്കന്മാർ നടത്തുന്ന ചർച്ച, തീർച്ചയായിട്ടും നേതാക്കന്മാരാണെങ്കിലും തിരുത്തണമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. വളരെ പാട്രിയാർക്കൽ വ്യൂവിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിക്കകത്ത് ശീലിച്ചു വന്ന ശീലങ്ങൾ തുടരുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആക്സിഡൻ്റലായിട്ടോ അതിനെക്കുറിച്ച് ബോധവടല്ലാതെയോ വരുന്ന സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്, വിമർശിക്കേണ്ടതാണ്, നടപടിയെടുക്കേണ്ടതാണ്. അതിലൊന്നും തർക്കമില്ല. അതും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഒരു സ്ഥാനാർത്ഥിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് ബോധപൂർവമായിട്ടൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഇത്തരം ആക്രമങ്ങളെയും ഇക്വേറ്റ് ചെയ്യാൻ എന്തായാലും എന്നെ പോലെ ഒരാൾക്ക് പറ്റില്ല. കാരണം അത് രണ്ടും രണ്ട് തന്നെയാണ്. അത് നമ്മൾ എപ്പോഴെങ്കിലും ആതിര പ്രതികരിച്ചിട്ടുണ്ടോ? ഭയങ്കര സെലക്റ്റീവാണ് എല്ലാവരുടെയും പ്രതികരണങ്ങൾ. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഞങ്ങളുടെ ഭാഗത്തെ വനിതാ നേതാവിനെതിരെയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും, അപ്പുറത്താണെങ്കിൽ കണ്ടു നിൽക്കും. ഇതൊരു രീതിയാണ്. എനിക്ക് വളരെ കൃത്യമായി പ്രതികരിക്കാൻ വേണ്ടി പറ്റുന്ന എല്ലായിടത്തും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയഗതികൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് പരാമർശങ്ങൾ വരുന്നതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നടത്താതെ മാറി നിൽക്കാൻ, രാഷ്ട്രീയം നോക്കിയിട്ട് മാറി നിൽക്കാൻ ഞാൻ ഇന്നവരെ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും കൂടെ നിൽക്കുന്ന ഈ ഷോബിൻ തോമസ് ചവാനിൽ എന്ന് പറയുന്ന പ്രൊഫൈലിൻ്റെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. 9961940060 എന്നുള്ളതാണ് നമ്പർ. ആ നമ്പറിൻ്റെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ഓഫ് ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ എന്നാണ് കാണിക്കുന്നത്. ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അദ്ദേഹമാണ് ഇത്രയും വളരെ മോശമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. വടകര മണ്ഡലത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ ചുമതലയും പ്രചരണ സമയത്ത് ഷാഫിക്കൊപ്പം നിൽക്കുന്ന ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വന്നു. അപ്പോൾ ഈ വരുന്ന സമയത്ത് പിന്നെ അതിന് താഴെ വരുന്ന ഫൈസൽ എന്ന് പറയുന്ന ആൾ വന്ന് ഇട്ടിട്ടുള്ള കമൻറ്റ്, ഇത്രയും വൃത്തികെട്ട കമൻറ്റ് ഇട്ടുള്ള ആൾ UDFൻ്റെ സജീവ പ്രവർത്തകനാണ് എന്നുള്ള അത് പുറത്തു വന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഇത്രയും അധികം ഒരു ലോകം ആരാധിക്കുന്ന ഈ കേരളത്തിലെ എല്ലാ രീതിയിലും ഭരണ മികവ് തെളിയിച്ച ഒരാളെ മത്സരിക്കുന്ന സമയത്ത് അവരെ ടാർണിഷ് ചെയ്യാൻ മറ്റൊന്നുമില്ലാത്ത സമയത്ത് സ്ത്രീ ആയിപ്പോയതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞെങ്കിലും അവരെ ഈ രീതിയിൽ ക്ഷീണിപ്പിക്കാം എന്ന് കരുതുന്നതൊക്കെ ഏത് കാലത്തെ തന്ത്രമാണ്. ആ തന്ത്രം ഇപ്പോഴും വീശുന്ന സമയത്ത് ഒന്നടങ്കം കാണിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ ജാഗ്രതയുടെ സമയം കൂടിയാണിത്. ആ രാഷ്ട്രീയ ജാഗ്രതയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതിന് പകരം ഇത് തെളിയിക്കേണ്ടതും ഇതാക്കേണ്ടതെല്ലാം പോലീസ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴായിരുന്നു പിന്നെ സ്മൃതിക്ക് വിഷമമുണ്ടായത്. ഇതിൻ്റെ IT എക്സ്പേർട്ടും കൂടിയായിട്ടുള്ള ദാമോദർ പ്രസാദ് പറഞ്ഞല്ലോ, ഈ വ്യാജ പ്രൊഫൈൽ വരുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള കാലതാമസത്തെക്കുറിച്ച്. അപ്പോൾ അതും കേരള പോലീസിന് നേരെ, ആഭ്യന്തര വകുപ്പിന് നേരെ തെളിയിച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം മുഴുവൻ ഇത് ചെയ്ത ആൾ തന്നെ ഇതിൻ്റെ പ്രശ്നക്കാർ എന്നുള്ള രീതിയിലേക്ക് പരാതി കൊടുത്താൽ ഉടനടി ആക്ഷൻ എടുത്ത് ഏതെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്യലല്ല. ഇതിനകത്ത് കൃത്യമായിട്ട് ഇനി ഷാഫി പറമ്പിൽ ഇതിൻ്റെ പിറകിലുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് വരെ എത്തും വിധമുള്ള എവിഡൻസ് കളക്ഷൻ നടത്തിയിട്ട് മാത്രം പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിനകത്ത് ബേജാറും വിഷമമൊന്നുമില്ല. ശൈലജ ടീച്ചർക്കും ഇല്ല, വടകരയിലെയും കേരളത്തിലെയും ഇടതുപക്ഷത്തിനും ഇല്ല. അവർക്കില്ലാത്തത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കൃത്യമായ അന്വേഷണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും സൈബർ വിങ്ങും നടത്തിയിട്ട് തന്നെ ഇതിലെ എല്ലാ പ്രതികളെയും ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ചർച്ചയ്ക്കെടുത്ത് സ്ത്രീയെ ഇതാക്കിയ ആ ഗൂഢാലോചന പുറത്തു വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തന്നെയാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. പക്ഷേ ആ പരാതിയിൽ KK ശൈലജ പറയുന്നത് പരാതി നൽകിയിട്ടും നടപടിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. പോലീസിനല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നത് പോലീസ് നടപടിയെടുത്തിട്ടില്ലാണ്. അവിടെയാണ് ഇപ്പോൾ ആതിര പറയുന്നത് സമയമെടുക്കുമെന്ന്. ആ സമയമെടുക്കുമെന്നുള്ള കാര്യം താങ്കൾ പറയുന്നു. പക്ഷേ KK ശൈലജയ്ക്ക് KK ശൈലജ കൊടുത്ത പരാതിയിൽ KK ശൈലജയ്ക്ക് അതിൽ പരാതിയുണ്ടെന്നേ, കാര്യങ്ങൾ വൈകുന്നു എന്നതിൽ അവർക്ക് പരാതിയുണ്ട്. അതാണ് ഞാൻ പലതവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈകുന്നു എന്നതിൽ അവർക്ക് പരാതിയുണ്ട്. കൊടുത്ത പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ഷൻ എടുക്കാത്തതിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല, ഞാൻ വായിച്ചല്ലോ ആ വാചകം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാത്തതിലാണ് പരാതി. അല്ല ആതിര, ഞാൻ വായിച്ചല്ലോ, അത് പോലീസ് നടപടിയെടുത്തിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി ഇപ്പോഴാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കൊടുത്ത പരാതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശരി ജിൻഡോ, നിങ്ങളുടെ നേതാവ് അത് ഏത് സ്ഥാനത്തിരിക്കുന്നു എന്നടക്കമുള്ള കാര്യം പറഞ്ഞല്ലോ.
അദ്ദേഹത്തിന്റെ പരാമർശം അപമാനിക്കുന്ന പരാമർശമാണ് കെ ശൈലജയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. അതിന് താഴെയുള്ള ആളുകൾ, പിന്നെ വരുന്ന ആളുകളാണ് അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് മോശം പരാമർശം ഉണ്ടായിരിക്കുന്നു, ഇതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊരു വാചകം നിങ്ങളിൽ നിന്നുണ്ടാകുമോ? അല്ല സ്മൃതി, അതിൽ തർക്കം എന്താ ഉള്ളത്? യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തെറ്റായ നടപടിയാണ്. അതിലൊരു തർക്കവും ഇല്ല. അത് ശരിയല്ലാത്ത നടപടിയാണ്. അതിലെന്താ, അത് ന്യായീകരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം ചർച്ച ചെയ്യുമ്പോൾ പിന്നെ എന്ത് ആത്മാർത്ഥയാണ് നമ്മുടെ ഒരു കാര്യം ചോദിക്കുന്നത്. പ്രതികരണത്തെ, ആ പോസ്റ്റിനെ തള്ളിക്കളഞ്ഞു എന്നൊരു പ്രതികരണം ഇതുവരെ വന്നില്ല. അങ്ങനെയാണെങ്കിൽ തലക്കെട്ടല്ലേ അത് ഷാഫി ചെയ്യേണ്ടതാണ്. അല്ല അത് അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഷാഫി ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് വരട്ടെ. ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ടീച്ചറുമായി ബന്ധപ്പെട്ട വീഡിയോസ്, അല്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഇത്തരം വീഡിയോകൾ പ്രചരിക്കാതിരിക്കട്ടെ, നല്ലത്. അങ്ങനെയാണെങ്കിൽ ഷോബിൻ തോമസിന്റെ ഫേസ്ബുക്കിലിട്ട കമന്റ് പ്രചരിപ്പിക്കുന്നത് CPM-ന്റെ സൈബർ വിങ്ങിലുള്ള ആളുകളാണ്. P. ജയരാജൻ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുന്നത്. ഇത് തെറ്റായ സന്ദേശമാണെങ്കിൽ അത് പ്രചരിപ്പിക്കാതിരിക്കുന്നത് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം അത് ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ പറഞ്ഞപ്പോ ഒരു അക്ഷരം മിണ്ടാതെ ഞാൻ കേട്ടിരുന്നില്ലേ? താങ്കളുടെ ന്യായീകരണമൊക്കെ ഞാൻ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നും. ഞാൻ പറയട്ടെ, താങ്കൾ വ്യാജ ID കാർഡ് ID ഉള്ളത് കൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. P. ജയരാജൻ വെണ്ണപ്പാളി പരാമർശം നടത്തിയ P. ജയരാജന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് വന്നത്. നിങ്ങൾ എന്താ ചെയ്യാ? നടപടി സ്വീകരിക്കോ? എന്താ നടപടി ഒന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ ദേശാഭിമാനി പത്രം, ഉത്തരവാദിത്തപ്പെട്ട പത്രമല്ലേ, അതിൽ വന്നിട്ടുള്ള എത്രയോ വ്യാജ വാർത്തകൾ, അശ്ലീല പരാമർശമുള്ള വാർത്തകൾ, തെറ്റായ പരാമർശങ്ങൾ, എന്തിന് പെൻഷന് വേണ്ടിയിട്ട് ഹൈക്കോടതി പോയ മറിയക്കുട്ടിയെ കുറിച്ച് വരെ കള്ള വാർത്ത കൊടുത്തില്ലേ? എന്ത് നടപടിയാണ് നിങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ MM മണിക്കെതിരെ നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. പറയട്ടെ. ഞാൻ പറയട്ടെ സ്മൃതി, ആതിരോടും ഒരു മിനിറ്റ് ആതിരോട് ഇടപെടലെന്ന് പറയൂ. ഞാൻ പറയട്ടെ, VS അച്യുതാനന്ദൻ വന്യവയോധികനായിട്ടുള്ള നേതാവല്ലേ, അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളുണ്ടല്ലോ, ഇതെല്ലാം എടുത്തു വായിക്കാനോ എടുത്തു പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ പറഞ്ഞ അതേ മൊറാലിറ്റി തന്നെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെ നമ്മൾ മൊറാലിറ്റി കീപ്പ് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പ്രചരിക്കാതിരിക്കാനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഷോബിനെതിരെ നമ്മൾ നടപടി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഷോബിന്റെ നടപടി തെറ്റാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയണം, അത് പ്രചരിപ്പിക്കുന്നത് CPM-ന്റെ സൈബർ വിങ് ആണ്. ഇനി ഫോട്ടോയിൽ ഉള്ളത് കൊണ്ട് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആരുടെയെങ്കിലും കൂടെ ഫോട്ടോയിൽ നിന്നുകൊണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിൽ പാനൂര് ബോംബ് പൊട്ടിച്ചപ്പോ ബോംബ് പൊട്ടി മരിച്ചവനും ബോംബ് ഉണ്ടാക്കിയവരുടെയും ഉത്തരവാദിത്തം KK ശൈലജയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തിരുത്തോ? നിങ്ങൾ അത് സമ്മതിക്കോ? അത് ഫോട്ടോയിലില്ലേ? അതെന്താ സമ്മതിക്കാത്തത്? നിങ്ങൾ ഉണ്ടാക്കിയ വ്യാജ മോർഫ്ഡ് ഫോട്ടോ ആണ്. കള്ളം പറയല്ലേ, കള്ളം പറയല്ലേ, കള്ളം പറയല്ലേ, അല്ലല്ല അങ്ങനെയൊന്നും പറയല്ലേ. KK ശൈലജ പറഞ്ഞിട്ടുണ്ട്, KK ശൈലജ എന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് പറയട്ടെ. ആതിര വിഷമിക്കല്ലേ, ആതിര ഈ പറയുന്ന ആതിര പറഞ്ഞ പ്രതിപക്ഷ ബഹുമാനം ഞാൻ സംസാരിക്കുമ്പോൾ ആതിര തിരിച്ചെന്നോട് കാണിക്കുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ ഞാൻ ഉരുളയോ അല്ല ആതിര, ഞാൻ ഉരുളാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ, അത് നാട്ടുകാർ തീരുമാനിക്കട്ടെ, കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് KK ശൈലജ തന്നെ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് പോയപ്പോഴോ മറ്റോ എടുത്ത ഫോട്ടോ ആയിരിക്കുന്നു. ഇതേ ആനുകൂല്യം എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ കിട്ടാതിരിക്കുന്നു? ഇതേ ആനുകൂല്യം എന്തുകൊണ്ട് KK ശൈലജ അതേ ന്യായീകരണം എന്തുകൊണ്ട് ന്യായീകരിക്കല്ലേ? തെറ്റ് പറയല്ലേ, കള്ളം പറയല്ലേ, പിന്നെ താങ്കൾ ന്യായീകരിക്കല്ലേ? ഞാൻ പറയട്ടെ ആതിര അല്ലല്ല ആതിര, ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്, അല്ലാത്ത സമയത്ത് പറയുന്നതുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിന് ഇച്ചിരി വെയിറ്റേജ് കൂടുതലുണ്ടെന്ന്. തെരഞ്ഞെടുപ്പ് സമയത്തല്ല, ഏത് സമയത്തും രാഷ്ട്രീയ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ടവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന അധിക്ഷേപങ്ങൾ തെറ്റാണെന്ന് പറയണം. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല
അല്ലല്ല അങ്ങനെ പറയല്ലേ ആതിരെ KK രമയ്ക്കെതിരെ വടകര തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPM ഉത്തരവാദിത്തപ്പെട്ട എന്താ സംശയം? അങ്ങനെ പറയല്ലേ നിങ്ങള് വൺ സൈഡഡ് ആയിട്ട് പറയല്ലേ? രണ്ട് കണ്ണും തുറന്നു വെച്ച് നന്നായിട്ട് കണ്ടിട്ട് കാഴ്ചപ്പാട് രൂപപ്പെടുത്തു. KK രമയുടെ ചിത്രം വെച്ചുകൊണ്ട് മുലക്കച്ച വെച്ചുകൊണ്ട് പ്രചരണം നടത്തിയത് CPM-ന്റെ ഔദ്യോഗിക പരിപാടിയാ അല്ലേ? അത് പ്രൊപ്പഗാൻഡ ആയിരുന്നു, അല്ലാതെ യാദൃശികമായിട്ട് വന്നതൊന്നല്ല. ഒരു സംഘടന ആലോചിച്ച് ഉറപ്പിച്ച് നടപ്പാക്കിയ പരിപാടി. നിങ്ങളാണ് കള്ളം പറയുന്നത്. വടകര മുനിസിപ്പാലിറ്റി പുറങ്കരയിലെ CPM നേതാവ് റിനീഷ് ബാബു ഇദ്ദേഹം ഞങ്ങളുടെ ചർച്ചയിലും കുരുക്ഷേത്ര പരിപാടിയിലും പങ്കെടുത്തുകൊണ്ട് മോശം പരാമർശം നടത്താൻ ശ്രമിച്ചു. അത് ചർച്ചയ്ക്കിടെ അരുൺ തടയുകയും ചെയ്തു. ഉണ്ടായ സംഭവമാണ്. അതുണ്ടായ സംഭവം ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിനെക്കുറിച്ച് ആദ്യം മറുപടി പറയട്ടെ. എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാൾ പറയാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതിയിലുള്ള പരാമർശം നടത്തുന്നത് സംഭവം നടന്നത് നമ്മളുടെ മുമ്പിൽ ദൃശ്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ ന്യായീകരിക്കല്ലേ? പറയുന്നതല്ല, അങ്ങനെ നടന്നു, അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വടകര തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നടക്കുന്ന വളരെ തെറ്റായ കാര്യങ്ങൾ കൂടി തള്ളി പറയാനും ഇതിന് പിന്നിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്ന സമയത്ത് അല്ല എന്ന് തെളിയിക്കൂ, ഇതൊക്കെ തള്ളി പറയൂ, കൂടെ നിൽക്കുന്ന ആളെ കുറിച്ചെങ്കിലും തള്ളി പറയാൻ സന്നദ്ധമാവൂ. എന്ത് തെളിവാണുള്ളത്? അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലിനെ പറയാൻ എന്ത് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? പേരുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്. അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കാത്ത തെളിവില്ലാഞ്ഞിട്ടാണെന്ന് നിങ്ങൾ പറയുന്നത്. ശൈലജ ടീച്ചറുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കൂ, നടപടി സ്വീകരിക്കൂ. എപ്പോഴാ കേസ് രജിസ്റ്റർ ചെയ്ത്? എന്താണ് നടപടി? ഉത്തരവാദിത്തപ്പെട്ട ആളെന്നല്ലേ താങ്കൾ പറഞ്ഞത്? കേരള സമൂഹത്തിൽപ്പെട്ട ആളാ. എനിക്കും ബേജാറുണ്ട്. എന്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ MLA ആയിട്ടുള്ള KK രമയടക്കം KK ശൈലജ അടക്കമുള്ള ആളുകൾ. അപ്പൊ അവർക്കെതിരെ ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേജാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയം നോക്കിയാൽ ബേജാറുണ്ടാവുള്ളൂ? എനിക്ക് KK ശൈലജയ്ക്കെതിരെ പറഞ്ഞാലും KK രമയ്ക്കെതിരെ പറഞ്ഞാലും ബേജാറുണ്ട്. അവരൊക്കെ എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ. മാത്രം ഞാൻ ചോദിച്ചോട്ടെ, 2024 ഫെബ്രുവരിയില് നിങ്ങൾ ഈ അഭിൻ കൊടകരയെ നിങ്ങളുടെ സെക്രട്ടറി ആക്കി മാറ്റി, ക്ലീൻ ചിറ്റ് കൊടുത്തു. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ആതിര ചോദിച്ചതിന് മറുപടി. അല്ല സ്മൃതി, ഈ ടീം ചെങ്കോടി ഏന്തിയ കൈകൾ M സ്വരാജ് ഫാൻസ് ഈ പേജിൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജാണ്, CPM-ന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന പേജാണ്. അതിൽ KK രമയെ കുറിച്ചിട്ട് നടത്തിയിട്ടുള്ള വിവിധമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. KK രമയെ കുറിച്ച് മാത്രമല്ല, ഉമ്മൻചാണ്ടി, കരുണാകരൻ തുടങ്ങിയ നേതാക്കന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയ എല്ലാവർക്കെതിരെയും നടപടി ഇതേ രീതിയിലാണ്. ഞാൻ പറയുന്നത് ഇതിൽ സൈബർ മനോരോഗികളുടെ രാഷ്ട്രീയം നോക്കാതെ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ കാലാനുസൃതമായി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും ഇതിനുള്ള പ്രോത്സാഹനജനകമായ സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഒന്നാമത്തെ ഉത്തരവാദിത്വം CPM-നാണ്. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എവിടെയാണ്? പറയട്ടെ കേസിലെ പ്രതി 2024 ഫെബ്രുവരി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? രമ്യ ഹരിദാസിനെതിരെ ആക്ഷേപം ഉന്നയിച്ച വിജയരാഘവനെ എങ്ങനെയാണ് നിങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കുന്നത്, കൺവീനർ ആക്കുന്നത്, ഇപ്പൊ പാർലമെന്റിലെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ. നിങ്ങൾ അങ്ങനെ സമീകരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതില് നമ്മൾ കോട്ടയം കുഞ്ഞച്ചനല്ല, ഇനി മാന്നാർ മത്തായി ആയാലും ആരായാലും ഞാൻ പറയുന്നൊന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കൂ. നിങ്ങൾ ഇതേ ഏകകം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ പാർലമെന്റിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തത് പാലക്കാട്, അതൊക്കെ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കില്ലേ? നടപടി എടുക്കണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ, ഇത് നിങ്ങൾ ചെയ്തിട്ട് ചോദിക്കുവാണെങ്കിൽ, ഇത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ആതിര ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ
ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഇത് ആദ്യം നടപ്പാക്കിയിട്ട് വേണം ഞങ്ങളോട് ചോദിക്കാൻ. വിജയരാഘവനെതിരെ, ES എം മണിക്കെതിരെ ഒക്കെ നടപ്പാക്കണമായിരുന്നു. അല്ലാതെ ഈ വെറുതെ വൺ സൈഡഡ് ആയിട്ട് കാണല്ലേ. KK രമയുടെ കണ്ണീരും ഉമാ തോമസിന്റെ കണ്ണീരും അരിതാ ബാബുവിന്റെ കണ്ണീരും ഷാനി പ്രഭാകരന്റെ കണ്ണീരും സ്മൃതി പരുത്തിക്കാരന്റെ കണ്ണീരും ഒക്കെ ഒന്ന് തന്നെയാണ്. KK ശൈലജ കരയുമ്പോൾ മാത്രം നിങ്ങൾ വിങ്ങിപ്പെട്ടല്ലേ? കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ നടപടി സ്വീകരിക്കാതെ നിങ്ങൾ പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോലെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് അത് തിരിച്ചറിയണ്ടേ? കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് ബോധ്യപ്പെടണേ. ആദ്യക്ക് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടണം. ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടണം. ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് സൈബർ ഡൊമിനി ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്, ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ആഭ്യന്തര വകുപ്പിന് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണമെന്നേ. ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടണം. ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടണം. നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെട്ട പോരാ, നിങ്ങളുടെ പാർട്ടി കോടതി, നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച പോരാ, ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടണം. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുമ്പ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്കെതിരെ നടപടി സ്വീകരിച്ചോ? നിങ്ങളൊന്ന് പറഞ്ഞു. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്തില്ലേ? ആത്മപരിശോധന ആദ്യം നടത്തിയിട്ട് വേണം ഇങ്ങോട്ട് ചോദിക്കാൻ. ആത്മപരിശോധന ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തോൽക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളപ്പോൾ നിങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ ആരോപണങ്ങൾ, നിങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ കഥകൾ, നിങ്ങളുടെ കള്ളത്തിരക്കഥകൾ, അതുമായി വന്നിട്ട് നിങ്ങൾ നടപടി സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടപടി സ്വീകരിക്കാൻ നടക്കുന്ന ആളുകളല്ല, നിങ്ങളുടെ ചൂണ്ടായി പിടിക്കാൻ നടക്കുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ ഇവിടുത്തെ CPM-ന്റെ പ്രാദേശിക സംസ്ഥാന നേതാവിനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കയറ്റി കൊടുത്തില്ലേ? ഇത് വ്യാജക്കഥയും തിരക്കഥയും എന്നൊക്കെ പറയാൻ ഒരു ചാനൽ ചർച്ചയിൽ കേരളത്തിലെ മനുഷ്യർ വിജയിക്കോട്ടെ. കേരളത്തിലെ മനുഷ്യർ വിജയിക്കണമെങ്കിൽ PPE കിറ്റ് അഴിമതി നടത്തിയ ടീച്ചറെ കുറിച്ച് പറയും, PPE കിറ്റ് അഴിമതി നടത്തിയ ടീച്ചറെ കുറിച്ച് പറയും, കോവിഡ് രോഗികളെ പറ്റിച്ച ടീച്ചറെ കുറിച്ച് പറയും, ഏറ്റവും കൂടുതൽ കോവിഡ് മരണം നടന്ന കേരളത്തെ കുറിച്ച് പറയും. വടകരയിലെ ജനങ്ങൾ അതുകൂടി വിധി എഴുതട്ടെ. ഇവിടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്ത ആരോഗ്യ വകുപ്പിനെ കുറിച്ചുകൂടി ജനങ്ങൾ വിധി എഴുതട്ടെ. ലോകം വിലയിരുത്തിയ സൈബർ PR വർക്കിനെ കുറിച്ചല്ല പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള മഹാരാഷ്ട്ര കഴിഞ്ഞ കേരളത്തിലാണ്. നിങ്ങൾ 25,000 രോഗികളുടെ മരണം മറച്ചു വെച്ചില്ലേ? ലോകം വിലയിരുത്തണ്ട, കേരളം വടകരയും വിലയിരുത്തട്ടെ. കേരളത്തിലെ ജനങ്ങളെ അനുഭവിച്ചത് കോവിഡിന്റെ സമയത്ത് നിങ്ങളുടെ കള്ളക്കഥകളും PR വർക്കുകളും അനുഭവിച്ചത് എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? ശ്രീദാമോദർ പ്രസാദ്, വിലയിരുത്തല് നിങ്ങൾ ഒരുപാട് വിലയിരുത്തല് പറയല്ലേ. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൈബർ രാഷ്ട്രീയ മനോരോഗികൾ സത്യത്തിൽ അവരുടെ രാഷ്ട്രീയത്തിനോ അവരുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് എതിരെയാണ് അവർ പ്രവർത്തിക്കുന്നത്. കാര്യം ഇവർ ഇങ്ങനെ എഴുതുന്ന വഴി എതിർ സ്ഥാനാർത്ഥി കൂടുതൽ ആഭിമുഖ്യം ലഭിക്കുക എന്നുള്ള വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് KK ശൈലജയ്ക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. KK ശൈലജ വ്യക്തി അംഗീകരിക്കുന്നവരും ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യും. കാര്യം ക്ലോസ്ലി കൊണ്ടിട്ട് തെരഞ്ഞെടുപ്പാണ് വടകരയിൽ. രാഷ്ട്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷേ ഇതുകൊണ്ട് KK ശൈലജയ്ക്ക് ഒരു ദോഷം ഉണ്ടാകുമ്പോൾ, മറിച്ച് ഷാഫി പറമ്പലിനാണ് നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും തന്നെയാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ മനോരോഗികളെ, സൈബർ രാഷ്ട്രീയ മനോരോഗികളെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ ഉത്തരവാദിത്തം. കാര്യം അവരവരുടെ രാഷ്ട്രീയത്തിനും അവരുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് അവരുടെ സ്ഥാനാർത്ഥിക്കും എതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം ആൾക്കാരെ കണ്ടറിഞ്ഞ് കാര്യം ഇതുകൊണ്ട് യാതൊരു ഗുണമില്ല. നേരെ മറിച്ചാണ് പ്രത്യേകത ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ മനോരോഗികളെ നിയന്ത്രിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതുപോലെ നമുക്കറിയാവുന്നൊരു കാര്യം, കേരളത്തിൽ ഉന്നതരായ നേതാക്കൾ തന്നെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അടുത്ത ഒരൊറ്റ പരാമർശം ഇലക്ഷന് പ്രത്യേകത സൃഷ്ടിച്ചതാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് ജയിപ്പിച്ച സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് എത്ര എന്നിട്ട് പോലും ഈ സൈബർ രാഷ്ട്രീയ മനോരോഗികൾ ഇത്ര വലിയ പാഠം ഉൾക്കൊള്ളാതെ എന്തുകൊണ്ട് ഇത്ര അരാഷ്ട്രീയമായ ഈ വിദ്വേഷ പ്രസംഗത്തിൽ ഏർപ്പെടുന്നു? എന്തുകൊണ്ട് സ്വന്തം സംഘടനയെ തകർക്കുന്നു? അവർ തന്നെ ആലോചിക്കണം, സംഘടന തന്നെ ആലോചിക്കണം. ഇത്ര ആൾക്കാർ പ്രോത്സാഹിപ്പിക്കൽ, അവരെ ശരിക്കും പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഇവരും ഉത്തരവാദിത്തം. ഇവർക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും അറിയാം ആരാ ചെയ്യുന്നത്, ഈ വ്യാജ ഐഡിയിൽ ആരാ പ്രവർത്തിക്കുന്നത് മിക്ക എല്ലാവർക്കും അറിയാം. കാര്യം ആ സംഘടനയ്ക്കകത്തും സംഘടന സംവിധാനത്തിനകത്ത് തന്നെയാണ് വരുന്നത്. അവരെ ചൂണ്ടി അതിലൂടെ പുറത്താക്കി നടപടിയെടുത്ത് അവരെ ഒഴിവാക്കി നിർത്തുന്നത് ആ രാഷ്ട്രീയ സംഘടന ഭാവിക്കും കേരളത്തിൻ്റെ ഭാവിക്കും സമൂഹത്തിൻ്റെ ഭാവിക്കും എല്ലാം നന്നായിരിക്കും. കാര്യം ഇതുകൊണ്ടൊന്നും KK ശൈലജയുടെ വ്യക്തിത്വത്തിന് ബാധിക്കാൻ പോകുന്നില്ല. മറിച്ച് KK ശൈലജ ഗുണം ഉണ്ടാവുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയത് KK ശൈലജയുടെ കാര്യം മാത്രമല്ല, കേരളത്തിൽ എവിടെയും അത് തന്നെയാണ്. കേരളത്തിൽ നമ്മൾ കണ്ട ചരിത്രം അതാണ്. കാര്യം എവിടെയൊക്കെ പ്രതിയോഗിക്കെതിരെ ഇത്തരം വഷളം പ്രയോഗങ്ങൾ നടത്തുന്നു, അതൊക്കെ പ്രതിയോഗിയെ സംബന്ധിച്ചുള്ള ഗുണകരമായി മാറുന്ന ചരിത്രമാണ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരള സമൂഹം അവജ്ഞയോടെ എതിർപ്പോടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഈ രാഷ്ട്രീയ സൈബർ മനോരോഗികൾക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഒരു തരത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത പോകുന്ന കാര്യം. അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ഉണ്ടാക്കി വിതരണം ചെയ്യുന്നെങ്കിലോ? ഇതിൽ കുറ്റവാളികളെ നിർത്താൻ നോക്കുന്നത് ഇത് അന്വേഷണം നടത്തട്ടെ, ആരാണ് ചെയ്തതെന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം ഉള്ളിലുള്ള ആളുകൾ
അല്ല, ഞങ്ങൾക്ക് പരാതിയുണ്ട്, ഞങ്ങൾ കൊടുക്കും, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അല്ല ഒരാളുടെ പേര് ഇതിന്റെ ഗുണം അല്ല, ശൈലജയ്ക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് ചെയ്യും. ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഷാഫി പറമ്പിൽ അത്രത്തോളം മൗഢ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതിന്റെ ഗുണം ആർക്കാണ് എന്ന് പൊതുവെ ഉള്ള ആളുകൾക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത്രത്തോളം സാമാന്യ ബോധം ഈ രണ്ട് നേതാക്കളും സമൂഹത്തോട് എങ്ങനെയൊക്കെയാണ് സംവദിച്ചിട്ടുള്ളത് എന്നുള്ള കേരളം കണ്ടിട്ടുള്ളതാണ്. അതേസമയം രണ്ട് ഭാഗത്തെയും സൈബർ സേനകൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് വിലയിരുത്തേണ്ടത്. കെ ശൈലജ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. അപ്പുറത്ത് രാഹുൽ മാങ്കുട്ടത്തിലും ദേശാഭിമാനി പത്രത്തിനെതിരെയും പരാതി നൽകിയിരിക്കുന്നു, PK ശ്രീമതിക്കെതിരെയും പരാതി നൽകിയിരിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നടപടിയുണ്ടാകും. സത്യം തെളിയേണ്ടത് തന്നെയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.